പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം 19. ദേവിതയുടെ ഏട്ടൻ എന്തിനാ ഇവളെ കിസ് ചെയ്തത്? അവളുടെ സ്വരത്തിൽ അല്പം വ്യത്യാസം. അത് ഏട്ടൻ സ്നേഹം തോന്നുമ്പോൾ കൊടുക്കാറുള്ളതാണ്, ദേവു വേഗം പറഞ്ഞു. ശ്രീ അവളെ കണ്ണു മിഴിച്ചു നോക്കി. അവൾക്ക് ഇതിനൊക്കെ എന്താണ് പറയേണ്ടത് എന്നറിയില്ല. അപ്പോൾ ശ്രീപാർവതി? എൻ്റെ പൊന്നു സിയ, കൂടുതൽ വലിച്ചു നീട്ടാൻ എനിക്ക് താല്പര്യമില്ല. ഇതെൻ്റെ ഏട്ടത്തിയാണ്, അതായത് ഇപ്പോൾ പോയ എൻ്റെ ഏട്ടൻ്റെ ഒരേ ഒരു ഭാര്യ ശ്രീപാർവതി രുദ്രപ്രയാഗ്. ദേവ് കൂളായിട്ട് അങ്ങോട്ട് പറഞ്ഞു. ശ്രീക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്തോ അത് പറഞ്ഞപ്പോൾ അവളിൽ ഒരുതരം അഭിമാനം പോലെയാണ് തോന്നിയത്. പിന്നെ നീ നുണ പറയുകയാണ്. ഇവൾ നിൻ്റെ കസിനാണെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഏട്ടത്തിയാണെന്ന്. കസിനാണെന്ന് വെറുതെ പറഞ്ഞതാണ്, ശരിക്കും ഇതെൻ്റെ ഏട്ടത്തിയാണ്. അവൾ ശ്രീയെ പിടിച്ച് തനിക്കരികിലേക്ക് നിർത്തി. അവളുടെ കയ്യിൽ തിരിഞ്ഞു കിടന്നിരുന്ന മോതിരം തിരിച്ചിട്ട് കൊടുത്ത ശേഷം ആ കൈ സിയയുടെ നേർക്ക് നീട്ടി. അതിൽ കാണുന്ന രുദ്രപ്രയാഗ് എന്ന പേരിലേക്കും അവളുടെ മുഖത്തേക്കും സിയ നോക്കി. അവളുടെ മുഖമാകെ വിളറിപ്പോയി. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് സിയ അവിടെ നിന്നും നടന്നു. ദേവൂട്ടി, പ്രശ്നമാകോ ഇനി? എന്ത് പ്രശ്നം? ഏട്ടത്തി ഇങ്ങോട്ട് വന്നേ, എന്തുണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം. ദേവു വീരോടെ പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് ക്ലാസ്സിലേക്ക് നടന്നു. ക്ലാസ്സിലേക്ക് കുട്ടികളെല്ലാം വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ശ്രീയുടെ മുഖത്ത് ആകെ ഒരു പരിഭ്രമം. എന്താ ഏട്ടത്തി? അത് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഹിമയോടും ആദിയോടും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഇത് പറയുമ്പോൾ അവർ എന്ത് കരുതും? ശ്രീ ആകുലതയോടെ ചോദിച്ചു. അപ്പോഴാണ് ദേവുവും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചത്. അത് സാരമില്ല, നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. ദേവു അവളെ ആശ്വസിപ്പിച്ചു. നമുക്ക് വരുമ്പോൾ തന്നെ അവരോട് കാര്യം പറയാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞറിയുമ്പോൾ ആയിരിക്കും അത് കൂടുതൽ പ്രശ്നമാവാൻ പോകുന്നത്. ദേവു പറഞ്ഞതും ശ്രീയും അത് ശരിവെച്ചു. ഹിമയും ആദിയും ഒരുമിച്ചാണ് വന്നത്. അവർ വന്നപ്പോഴേക്കും സമയം അല്പം വൈകിയിരുന്നു. ഫസ്റ്റ് അവർ ക്ലാസ്സിൽ ആരും ഉണ്ടായില്ല, അതുകൊണ്ട് എല്ലാവരും സംസാരമാണ്. നോക്കുമ്പോൾ സിയയുടെ മുഖം എന്തിനോ ആകെ ചുവന്നിരിക്കുന്നുണ്ട്. അവരോടുള്ള ദേഷ്യം കൊണ്ടോ അവൾ കരഞ്ഞതുകൊണ്ടോ ആണ് എന്ന് മനസ്സിലായി. എങ്കിലും ദേവു അത് കാര്യമാക്കിയില്ല. ഫസ്റ്റ് അവർ ടീച്ചർ ഉണ്ടാവില്ല എന്ന് വന്ന് പറഞ്ഞതും സിയ ചാടി എഴുന്നേറ്റ് എല്ലാവരുടെയും മുന്നിലായി വന്ന് നിന്നു. ശ്രീ ദേവുവിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, സിയ ക്ലാസിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അവളുടെ സ്വഭാവം വെച്ച് അവൾ ഈ കാര്യം തന്നെയാവും പറയാൻ പോകുന്നത് എന്ന് ശ്രീക്കും ദേവുവിനും മനസ്സിലായി. ശ്രീക്ക് എന്തിനോ വല്ലാത്ത പരിഭ്രമം തോന്നി. അവളുടെ കൈകൾ ദേവുവിൻ്റെ കൈകളിൽ മുറുകി. ദേവു അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു, ഒന്നുമില്ല എന്ന പോലെ. നിങ്ങളോടെല്ലാവരോടുമായി ഞാൻ വലിയൊരു സർപ്രൈസ് പറയാൻ വേണ്ടിയാണ് വന്നത്. നമ്മുടെ ക്ലാസ്സിലെ തന്നെ ഒരു കുട്ടിയുടെ ഒരു വലിയ കാര്യമാണ് പറയാൻ പോകുന്നത്. സിയ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി. ദേവുവോ ശ്രീയോ അവളെ എതിർക്കാൻ ശ്രമിച്ചില്ല. എന്നായാലും എല്ലാവരും അറിയേണ്ട കാര്യമാണ്. അത് ഇന്നായതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ കാര്യമായി ഭാവിച്ചില്ല. അതായത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടി ശ്രീപാർവതി. എല്ലാവർക്കും അറിയാമായിരിക്കും, ക്ലാസ് തുടങ്ങി കുറച്ച് നാൾ ശ്രീപാർവതി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളെക്കുറിച്ചുള്ള സർപ്രൈസാണ്. ആക്ച്വലി ഇന്നാണ് ഞാനും അത് അറിഞ്ഞത്. അപ്പോൾ ഞാൻ എല്ലാവരെയും അറിയിക്കാം എന്ന് കരുതി. അത് പറഞ്ഞ് സിയ അവരുടെ നേർക്കൊന്ന് നോക്കി. അവളുടെ മുഖത്ത് ആ സമയം ഒരു തരം പുച്ഛഭാവമോ മറ്റോ ആയിരുന്നു. എന്തിനാണതെന്ന് ദേവുവിനോ ശ്രീക്കോ മനസ്സിലായില്ല. നമ്മുടെ ക്ലാസ്സിലെ ശ്രീപാർവതി എന്ന കുട്ടിയുടെ വിവാഹം കഴിഞ്ഞതാണ്. മാത്രമല്ല നമ്മുടെ ദേവിതയാണ് ആളുടെ നാത്തൂൻ. അതായത് ദേവിതയുടെ ഏട്ടനാണ് ശ്രീപാർവതിയുടെ ഹസ്ബൻഡ്. സിയ പുഞ്ചിരിയോടെ പറഞ്ഞു. എല്ലാവരും ഇരുവരെയും ഞെട്ടലോടെ നോക്കി. കുറേ പേര് ആണോ ആണോ എന്ന് ചോദിച്ചു കൊണ്ടിരുന്നു. അതെ, സത്യമാണ്. ശ്രീപാർവതി എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് സിയക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവ് സിയയുടെ നേർക്ക് തിരിഞ്ഞു ചോദിച്ചു. സിയ വിളറി. എൻ്റെ ഏട്ടൻ്റെ കാര്യം അന്വേഷിച്ച് കുറേ ആയി എൻ്റെ പിറകെ നടക്കുന്നു. ഇപ്പോൾ എല്ലാം അറിഞ്ഞല്ലോ, സന്തോഷമായല്ലോ. ഇനിയെങ്കിലും വാ അടച്ച് വല്ലയിടത്തും പോയിരിക്ക്. ദേവു നിന്ന് കത്തിക്കയറി. ദേവൂട്ടി വേണ്ട, വിട്ടേക്ക്. ഏട്ടത്തി വെറുതെ ഇരിക്ക്. ഇവൾക്കിത് ഇനി ആരോടൊക്കെ പറയണമെന്ന് ഞാൻ കാണട്ടെ. വേണ്ടെന്ന് വെക്കുമ്പോൾ അവളായിട്ട് വെറുതെ മെക്കിട്ട് കയറുന്നതല്ലേ. ദേവു ശ്രീയുടെ കയ്യിൽ നിന്നും അവളുടെ കൈ വലിച്ചെടുത്തു. ദേവു പോട്ടെ, മതി. ഹിമയും ആദിയും കൂടെ പറഞ്ഞു. ഞാൻ നിൻ്റെ ഏട്ടൻ്റെ കാര്യം അന്വേഷിച്ചു എന്ന് കരുതി എനിക്ക് അയാളോട് പ്രേമമൊന്നുമല്ല. സിയ അവളുടെ മുന്നിൽ വന്ന് നിന്ന് ആക്രോശിച്ചു. അതിന് ഞാൻ പറഞ്ഞോ നിനക്ക് എൻ്റെ ഏട്ടനോട് പ്രേമമാണെന്ന്? കണ്ടോ, ഇപ്പോൾ സത്യം പുറത്തു വന്നു. അവളുടെ ഒരു പ്രേതവും പ്രേമവും. ദേവു പുച്ഛിച്ചു. എൻ്റെ പൊന്നല്ലേ, ദേവൂട്ടി ഒന്നും മിണ്ടാതിരിക്ക്, ശ്രീ കെഞ്ചി. അത് കേട്ടതും ദേവു ഒന്ന് അടങ്ങി.
സിയ ഒന്നും രണ്ടും പറഞ്ഞ് വീണ്ടും അവളുമായി വഴക്കിന് വന്നു. ശ്രീ പരമാവധി അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുവെങ്കിലും ഒടുക്കം ദേവുവും തിരികെ പറഞ്ഞു തുടങ്ങി. ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും പരിഭ്രമത്തോടെ ഇരുവരെയും നോക്കി. ഹിമയും ആദിയും ശ്രീയും എല്ലാം അവളെ അടക്കി നിർത്താൻ നോക്കിയെങ്കിലും അവൾ ദേഷ്യത്തോടെ സിയ പറയുന്നതിന് ഒപ്പത്തിനൊപ്പം തിരികെ പറഞ്ഞു. ഒടുക്കം ശബ്ദം കൂടി. അപ്പുറത്തെ ക്ലാസ്സിൽ നിന്നും ടീച്ചർ വന്നു. ഇരുവരുടെയും പ്രശ്നം കേട്ടതും രണ്ടുപേരെയും വിളിച്ച് സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി. ശ്രീ ആണെങ്കിൽ ബെഞ്ചിലേക്ക് തളർന്നിരുന്നു. ശ്രീ, ഹിമ അവളുടെ തോളിൽ കൈവച്ചു. അവളെ വഴക്കു പറയുമോ അവർ? സിയ അല്ലേ എല്ലാം തുടങ്ങിയത്? ദേവു മാറി മാറി നിന്നതല്ലേ? ശ്രീ സങ്കടപ്പെട്ടു. അവരൊന്നും പറയില്ല. തെറ്റ് സിയയുടെ ഭാഗത്തല്ലേ? അവൾക്ക് ഈ കാര്യം വിളിച്ചു പറയേണ്ട കാര്യമില്ലായിരുന്നു. അത് തികച്ചും നിങ്ങളുടെ പ്രൈവസി ആയിരുന്നു. അപ്പോൾ അവൾക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. 3 പേരും വിഷമിച്ചു. ആദിയോ ഹിമയോ ശ്രീയോട് ഈ കാര്യം പറയാതെ മറച്ചു വെച്ചതിൽ പിണക്കമോ ദേഷ്യമോ ഒന്നും കാട്ടിയില്ല. രണ്ടാമത്തെ പീരീഡ് ആയതും ടീച്ചർ വന്നു. ശ്രീ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി. ശ്രീ പാർവതിയെ പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ട്. ടീച്ചറിൻ്റെ മുഖത്തും ശബ്ദത്തിലും തീർത്തും ഗൗരവം മാത്രം. ശ്രീ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഈ സമയം കൊണ്ട് തന്നെ അവൾക്ക് എങ്ങനെയെങ്കിലും ദേവുവിനെ ഒന്ന് കണ്ടാൽ മതി എന്ന് തോന്നിപ്പോയി. അവളെ അവർ വഴക്ക് പറയുമോ എന്ന ചിന്ത മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നത്. പ്രിൻസിപ്പൽ സാറിൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ അവളിൽ ഭയം ഉണ്ടായില്ല. കാരണം തെറ്റ് ദേവുവിൻ്റെ ഭാവകത്തല്ല എന്നുള്ള പൂർണ്ണ ബോധ്യം അവൾക്കുണ്ടായിരുന്നു. അകത്തേക്ക് കയറാൻ അനുവാദം ചോദിക്കാൻ ഡോറ് തുറന്നപ്പോൾ തന്നെ അവിടെ ഒരു സൈഡിലായി നിൽക്കുന്ന ദേവുവിനെയും സിയയെയും ശ്രീ കണ്ടു. അകത്തേക്ക് കയറിയതും ശ്രീയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവിടെ ചെയറിൽ കണ്ണൻ ഇരിക്കുന്നു. കൂടെ വേറൊരാളും ഇരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ സിയയുടെ പപ്പയോ മറ്റോ ആവും എന്നവൾ ഊഹിച്ചിരുന്നു. ക്ലാസ്സിൽ നടന്ന സംഭവങ്ങളൊക്കെ കുട്ടി കണ്ടോ? മുഖത്തെ കണ്ണടയൊന്ന് കയറ്റി വെച്ച് സാറിൻ്റെ ചോദ്യം ഉയർന്നു. കണ്ടു. തല ഉയർത്തി തന്നെ ശ്രീ മറുപടി പറഞ്ഞു. തൻ്റെ കാര്യം പറഞ്ഞാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായതെന്ന് മനസ്സിലായി. ഇത്ര സമയമായിട്ടും ഇവർ രണ്ടുപേരും പറയുന്നത് 2 തരത്തിലാണ്. ഞാൻ ഏത് വിശ്വസിക്കണം? കുട്ടി പറയൂ, എന്താണുണ്ടായത്? ശ്രീ യാതൊരു പതർച്ചയും ഭയവുമില്ലാതെ സിയ ആദ്യം ദേവുവിനോട് വന്ന് കണ്ണൻ്റെ കാര്യം ചോദിച്ചതു മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. പ്രിൻസിപ്പൾ അത് കേട്ട് തലയാട്ടി. അപ്പോൾ 2 ഗാർഡിയൻസും കേട്ടല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഒരാളെങ്കിലും വിട്ടുകൊടുത്തുവെങ്കിൽ ഈ പ്രശ്നം അവിടെ തീർന്നേനെ. ഇത് ആദ്യത്തെ തവണ ആയതുകൊണ്ട് മാത്രം വെറുതെ വിടുന്നു. ഇനി ഇത് ആവർത്തിച്ചാൽ സസ്പെൻഷൻ ആയിരിക്കും. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. ഓക്കെ, യു ക്യാൻ ഗോ നൗ. താങ്ക് യു സാർ. എല്ലാവരും പുറത്തേക്കിറങ്ങി. സിയയുടെ പപ്പ അവളെ പുറത്തേക്കിറങ്ങിയപ്പോൾ തന്നെ വഴക്ക് പറയുന്നുണ്ട്. കണ്ണനൊന്നും മിണ്ടിയില്ല. വൈകിട്ട് ഞാൻ വരാം. അത് പറഞ്ഞ് മറ്റൊന്നും മിണ്ടാതെ അവൻ പുറത്തേക്ക് നടന്നു. ശ്രീയും ദേവുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. വീട്ടിലെത്തുമ്പോൾ കണ്ണേട്ടൻ വഴക്കു പറയുമോ ദേവൂട്ടി? ശ്രീ പരിഭ്രമത്തോടെ ചോദിച്ചു. ഏയ്, ഏട്ടൻ അങ്ങനെ വഴക്കൊന്നും പറയില്ല. തെറ്റ് കണ്ടാലേ ഏട്ടൻ വഴക്ക് പറയൂ. ഇല്ലെങ്കിലും ഒന്നും പറയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു തുടങ്ങി. ഒടുക്കമായപ്പോൾ അവളൊന്ന് പരുങ്ങി. ക്ലാസ്സിലേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് സിയയും അവളുടെ പപ്പയും അവരുടെ മുന്നിലേക്ക് വന്നത്. ദേവിത, ഐ ആം സോറി. അറിയാതെ സംഭവിച്ചതാണ്. അവൾ തല കുനിച്ച് പറഞ്ഞു. സാരമില്ല, ഐ ആം സോറി. ഞാനും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. 2 പേരും ആ ഒരു കാര്യം അവിടെ പറഞ്ഞു തീർത്തു. ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. വെറുതെ എന്തിനാണ് ആദ്യം തന്നെ ഇങ്ങനെ ഓരോ പൊല്ലാപ്പെടുത്ത് തലയിലിരുന്നത്? ഇനി അങ്ങോട്ട് 3 വർഷം ഒരേ ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ടതാണ്. അപ്പോൾ വെറുതെ വഴക്കും പ്രശ്നങ്ങളും ഒന്നും വേണ്ട എന്ന് ഇരുവരും തീരുമാനിച്ചു. ദേവുവും സോറി പറഞ്ഞു. ക്ലാസ്സിലേക്ക് വരുമ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്. എല്ലാവരും അവരെ തന്നെ നോക്കി. അത് കാര്യമാക്കാതെ 3 പേരും വന്ന് സീറ്റിലിരുന്നു. ഇനി ഇൻ്റർവെൽ ആവുമ്പോൾ ഹിമയോടും ആദിയോടും എന്ത് പറയുമെന്ന ചിന്തയിലായിരുന്നു ആ സമയം ദേവുവും ശ്രീയും. ഇൻ്റർവെല്ലായി. 4 പേരും കൂടെ സ്ഥിരം ഇരിക്കാറുള്ള മാവിന് ചുവട്ടിലെ സ്റ്റോൺ ബെഞ്ചിൽ വന്നിരുന്നു. ആരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. ശ്രീക്ക് വിഷമം തോന്നി. താൻ കാരണമാണോ ഇങ്ങനെയൊക്കെ എന്ന ചിന്ത. ആദി, ഹിമ, 2 പേരോടും സോറി പറയണമെന്ന് കരുതിയതാണ്. എങ്കിലും പറയാനൊരവസരം കിട്ടിയില്ല. ശ്രീയുടെ കണ്ണുകൾ കലങ്ങി. സാരമില്ല ശ്രീ, അതിന് നീ ഇവിടെ ഉണ്ടായില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഞങ്ങളോട് പറയുക? മാത്രമല്ല, കേവലം 1-2 ദിവസം മാത്രം പരിചയമുള്ള ആളുകളോട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ആദി അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. അതെ, പക്ഷേ എന്തൊക്കെയായാലും ഇത് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. ശ്രീ ദേവുവിൻ്റെ ഏട്ടത്തിയാണെന്ന് കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഹിമ ആവേശത്തോടെ പറഞ്ഞു. ശ്രീ അതിന് ചിരിച്ചു. അല്ല ശ്രീ, ശരിക്കും സിയെ ആയിട്ട് എന്താ പ്രശ്നം?
ശ്രീ ദേവുവിനെ നോക്കി. അവൾ ശ്രീയെ കണ്ണു കൂർപ്പിച്ച് നോക്കി നിൽക്കുകയാണ്. നീ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല, ഏട്ടത്തി ഇങ്ങനെ മിണ്ടാതെ നിൽക്കും, അവൾ അല്പം പിണക്കത്തോടെ പറഞ്ഞു. കാര്യം എന്താണ് ദേവു? ഹിമ ദേവുവിനോട് ചോദിച്ചു. അവൾ എല്ലാ കാര്യവും വള്ളി പുള്ളി വിടാതെ പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും സിയയോട് അനിഷ്ടം തോന്നി. അവളെന്താ ഇങ്ങനെ? ഷേ, ഹിമ മുഷിച്ചിലോടെ പറഞ്ഞു. എന്നാലും അവൾക്ക് നിങ്ങളുടെ പേഴ്സണൽ കാര്യം പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമില്ലായിരുന്നു. ആദിയും പറഞ്ഞു. 3 പേരും സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരു കാര്യം പറയാതെ ഇരുന്നതിൽ 2 പേരും ശ്രീയോടും ദേവുവിനോടും അങ്ങനെ അനിഷ്ടമൊന്നും കാണിച്ചില്ല. അത് ഇരുവർക്കും വല്ലാത്ത ആശ്വാസമായിരുന്നു. വൈകുന്നേരം കണ്ണൻ വരുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ശ്രീക്ക് പോകാൻ വല്ലാത്ത ഉത്സാഹമായിരുന്നു. എങ്ങനെയെങ്കിലും പോകാനുള്ള ബെല്ലടിക്കാൻ കാത്തിരിക്കുകയായിരുന്നു അവൾ. ചെറിയ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞാൽ കാത്തിരിക്കുന്നത് പോലെ. പാർക്കിംഗ് ഏരിയയിൽ കാറ് കണ്ടതും ശ്രീയുടെ മനസ്സ് അവൻ്റെ അരികിലേക്ക് എത്താൻ കുതിച്ചു. കണ്ണൻ്റെ അടുത്തേക്ക് പോകാൻ നേരം ഹിമയെയും ആദിയെയും ഇരുവരും കൂടെ കൂട്ടി അവന് പരിചയപ്പെടുത്താൻ. ഏട്ടാ, ഇതാ അഥർവ്, പിന്നെ ഇത് ഹിമ, ഇവളെ ഏട്ടൻ അറിയാലോ. ദേവു ആവേശത്തോടെ പരിചയപ്പെടുത്തി. കണ്ണൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. ഒരേ ക്ലാസ്സിലാണോ നിങ്ങൾ? അതെ. അല്പനേരം എല്ലാവരും ചേർന്നിരുന്ന് സംസാരിച്ചു. കണ്ണൻ എല്ലാവരോടും നന്നായിട്ട് തന്നെ സംസാരിച്ചു. കണ്ണൻ അല്പം ഇൻട്രോവേർട്ടാണെന്ന് ദേവു പറഞ്ഞുള്ള അറിവിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കണ്ണൻ്റെ അടക്കിപ്പിടിച്ചുള്ള സംസാരം ആർക്കും അത്ര അരോചകമായി തോന്നിയില്ല. പറയാതെ വയ്യ, ഏട്ടനും ശ്രീയും നല്ല മാച്ചാണ്. ആദി 2 പേരെയും നോക്കി സൂപ്പർ എന്ന് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇരുവരും പരസ്പരം ഒന്ന് നോക്കി. 2 പേരുടെ മുഖത്തും പുഞ്ചിരിയായിരുന്നു. വൈകാതെ ആദിയും ഹിമയും മടങ്ങി. കാറിലേക്ക് കയറാൻ നേരവും കണ്ണൻ 2 പേരോടും ഒന്നും മിണ്ടിയില്ല. 2 പേരും പരസ്പരം അത് പറയുകയും ചെയ്തു. കണ്ണൻ അവരുടെ ഈ കണ്ണുകൊണ്ടുള്ള കഥകളിയൊക്കെ കാണുന്നുണ്ട് എങ്കിലും ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയല്ലാതെ കാറ് വേറെ എവിടേക്കോ തിരിയുന്നത് കണ്ടതും ദേവുവിൻ്റെ മുഖം പൂനിലാവ് ഉദിച്ചതുപോലെ വിടർന്നു. വഴി മാറി എന്ന് ശ്രീക്ക് മനസ്സിലായി എങ്കിലും എങ്ങോട്ടാണ് പോകുന്നത് എന്നവൾക്ക് വ്യക്തമായില്ല. കണ്ണാടിയിലൂടെ അവൾ ദേവുവിനോട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പുരികമുയർത്തി ചോദിച്ചു. അവൾ എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിച്ചു എങ്കിലും ശ്രീക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോഴേക്കും കാർ എവിടെയോ വന്ന് നിന്നിരുന്നു. മുന്നിലേക്ക് നോക്കിയതും ശ്രീയുടെ കണ്ണുകളും വിടർന്നു. ബീച്ച്! ദേവു ആദ്യം തന്നെ കാറിൽ നിന്ന് ചാടിയിറങ്ങി. 4 മണി സമയം ആയതുകൊണ്ട് തന്നെ അല്പം വെയിലുണ്ട്. എങ്കിലും ദേവു നല്ല ഉത്സാഹത്തിലാണ്. രാവിലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ആള് മറന്നിട്ടുണ്ട്. ഏട്ടാ, ഐസ്ക്രീം! കണ്ണൻ പുറത്തേക്ക് ഇറങ്ങിയതും ദേവു വന്ന് അവൻ്റെ കയ്യിൽ തൂങ്ങി. അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അവൾ ചിരിച്ചു കാണിച്ചു. 3 പേരും കൂടെ കടയിലേക്ക് കയറി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ഞാൻ ബീച്ചിൽ ഇറങ്ങിക്കോട്ടെ ഏട്ടാ, നിങ്ങൾ ഇവിടെ വന്നിരിക്കുക. ബീച്ചിലിട്ടിരിക്കുന്ന സ്റ്റോൺ ബെഞ്ചിലേക്ക് ഇരിക്കാനൊരുങ്ങിയ കണ്ണനോട് ദേവു പറഞ്ഞു. അവളുടെ നിഷ്കളങ്കത നിറഞ്ഞ പറച്ചിൽ കേട്ടതും കണ്ണന് മറുത്തു പറയാൻ തോന്നിയില്ല. 3 പേരും വെള്ളത്തിനടുത്തേക്ക് നടന്നു. ശ്രീയും കണ്ണനും അവിടെ ഇരുന്നു. ദേവു പതിയെ കടലിലേക്ക് ഇറങ്ങി കാലൊക്കെ നനച്ച് കളിച്ചു. ശ്രീയും കണ്ണനും മണ്ണിൽ കടലിലേക്ക് നോക്കിയിരുന്നു. കണ്ണൻ ഇത്ര നേരമായിട്ടും ഒന്നും മിണ്ടിയിട്ടില്ല. കണ്ണേട്ടാ! കുറച്ചു നേരം കഴിഞ്ഞതും ശ്രീ അവനെ വിളിച്ചു. അവനൊന്നും മൂളി. എന്താ ഒന്നും മിണ്ടാത്തത്? എന്തു മിണ്ടാൻ? ഇന്ന് കോളേജിൽ വന്നിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാനെന്ത് പറയാനാണ്? അത് നിങ്ങൾ ക്ലാസ്മേറ്റ്സ് തമ്മിലുള്ള പ്രശ്നമല്ലേ, അതിൽ ഞാൻ ഇടപെടുന്നില്ല. നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാനുള്ളതേ ഉള്ളൂ. കണ്ണൻ നിസ്സാരമായി പറഞ്ഞു. ശ്രീ അവനെ കണ്ണു വിടർത്തി നോക്കി. ഞാൻ കരുതി കോളേജിൽ നിന്നൊന്നും മിണ്ടാതെ പോയപ്പോൾ കണ്ണേട്ടന് ദേഷ്യമാവുമെന്ന്. ദേഷ്യമോ? എന്തിന്? ആ കുട്ടിക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നി. അത് ഇത്ര വേഗം ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. കണ്ണൻ ചിരിച്ചു. ദേവൂട്ടി പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തോ കാര്യമുണ്ടെന്ന് തോന്നി. അവളങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. കണ്ണൻ്റെ ശബ്ദത്തിൽ പോലും വല്ലാത്ത ഉറപ്പ്. ശ്രീ പുഞ്ചിരിച്ചു. കടലിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിച്ചു നടക്കുന്ന ദേവുവിനെ അവളൊന്ന് നോക്കി. ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് ബീച്ച് കാണുന്നത്. പക്ഷേ അതിൻ്റേതായ എക്സൈറ്റ്മെൻ്റ് ഒന്നും ശ്രീയിലില്ല. താൻ ബീച്ചിൽ വന്നിട്ടുണ്ടോ ഇതിനു മുന്നേ? കണ്ണൻ വെറുതെ അവളോട് ചോദിച്ചു. ഇല്ല, ആദ്യമായിട്ടാണ്. അവളുടെ പതിഞ്ഞ ശബ്ദം. കണ്ണൻ അവളെ തെല്ലും അത്ഭുതത്തോടെയാണ് നോക്കിയത്. ബീച്ച് കാണാതെ ഇരിക്കില്ല എന്നൊരു ചിന്ത അവനിലുണ്ടായിരുന്നു. എന്നിട്ടാണോ താൻ ഇങ്ങനെ ഇരിക്കുന്നത്? തനിക്കിതൊക്കെ കാണണമെന്നില്ലേ? ഉണ്ട്, പക്ഷേ എന്തോ ഇപ്പോൾ ഇറങ്ങാൻ തോന്നിയില്ല. ദൂരെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഉള്ള ഭംഗിയുണ്ടല്ലോ, അത് മതി. കടലിലേക്ക് തന്നെ കണ്ണ് നട്ടുകൊണ്ടുള്ള ശ്രീയുടെ മറുപടി. എടോ,
ഇന്ന് കോളേജിൽ വെച്ച് അങ്ങനെ ചെയ്തതിൽ തനിക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? കണ്ണൻ അല്പം പരുങ്ങലോടെയാണ് അത് ചോദിച്ചത്. തന്നെ നോക്കിയില്ല. അവൻ്റെ ആ ചോദ്യത്തിൽ ശ്രീ ഒന്ന് പതറി. അവളുടെ മുഖമൊന്ന് തുടുത്തുപോയി. കണ്ണൻ അതെല്ലാം കൗതുകത്തോടെ നോക്കി. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ആ കുട്ടി എന്നെ തന്നെ അങ്ങനെ നോക്കി നിന്നത് എനിക്കിഷ്ടമായില്ല. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് എനിക്ക് തോന്നിയത്. കണ്ണൻ പറഞ്ഞു നിർത്തി. ശ്രീ അവനെ നോക്കിയില്ല. അവളുടെ മനസ്സിലും അത് ശരിയാണ് എന്ന് തന്നെയായിരുന്നു. ശരിയല്ലേ, എൻ്റെ അല്ലേ എന്നൊരു ചിന്ത. തനിക്ക് ദേഷ്യമാ? ഇല്ല. കണ്ണൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ശ്രീയുടെ മറുപടി. കണ്ണൻ്റെ ഉള്ളം ഒന്ന് കുളിർന്നു. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ദേഷ്യമാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവൻ്റെ ശബ്ദത്തിൽ കുറുമ്പ് കലർന്നതുപോലെ തോന്നി ശ്രീക്ക്. അവളുടെ മുഖം അത് കേട്ട് ഒന്നുകൂടി ചുവന്നു പോയി. തുടരും. ഇന്നലത്തെ പാർട്ടിൽ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കണ്ടായിരുന്നു. എൻ്റെ ഹെൽത്ത് ഇപ്പോൾ ഓക്കെ ആയി വരുന്നു, കുഴപ്പമില്ല. പക്ഷേ എന്നാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള റെക്കോർഡിങ് പറ്റുന്നില്ല. ബ്രീത്തിങ്ങിന് പ്രോബ്ലം വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ സൗണ്ട് കട്ടായി പോകുന്നുണ്ട്. അതായത് സൗണ്ട് കുറഞ്ഞു വന്നി, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്നലെ ഒരാളെന്നോട് 30 മിനിറ്റ്സ് ഉള്ള പാർട്ട് ഇടാൻ പറ്റുമോ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ നോക്കി. പക്ഷേ എന്നാലും സൗണ്ട് കുറഞ്ഞു വന്നതുകൊണ്ട് എനിക്കതിന് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇനി മുതൽ റെഗുലറായിട്ട് ഈ ഒരു ടൈം വെച്ചിട്ട് ഇടാം കേട്ടോ. അപ്പോൾ സ്റ്റോറി കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.